അസാമിലെ ജോർഹട്ടിൽ വ്യോമസേന വിമാനം തകർന്നു വീണ 5 സൈനികർക്ക് വീരമൃത്യു. സഹപൈലറ്റ് പരിക്കേറ്റ് ചികിത്സയിലാണ്. അസമിലെ ജോർഹട്ടിലെ റൌരിയ വ്യോമസേനാ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണു. അപകടത്തിൽ 5 വ്യോമസേന ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജന്റ് ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഇക്കാര്യം വ്യോമസേന സ്ഥിരീകരിച്ചു. സഹ പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇയാൾ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ടിലെ വ്യോമസേന താവളത്തിലായിരുന്നു അപകടം. N-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിന് ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ജോർഹട്ടിലെ റൺവേയുടെ സമീപത്തെ തുറന്നയിടത്ത് തീപിടിച്ച് തകരുകയായിരുന്നു. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യോമസേന അധികൃതർ ശേഖരിച്ചു വരികയാണ്. വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 45 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വിമാനത്തിൽ 6 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം. പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന് ഇടയാക്കിയ കാരണം എന്താണെന്നത് വ്യക്തമല്ല. സേനയുടെ ആവശ്യങ്ങൾക്കായുള്ള ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന ഇരട്ട എഞ്ചിൻ വിമാനമാണ് AN-32. ഇന്ത്യയ്ക്ക് വേണ്ടി പഴയ സോവിയറ്റ് യൂണിയനാണ് ഇവ നിർമ്മിച്ചെടുത്തത്. ഇത്തരത്തിലുള്ള 100ഓളം വിമാനങ്ങൾ സേനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തന മികവ് കാണിക്കുന്ന രീതിയിലാണ് ഇവയുടെ രൂപകൽപ്പന. വിദൂര പ്രദേശങ്ങളിലെ സപ്ലൈ ഡ്രോപ്പുകൾക്കായും AN-32 വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.